ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പൊതുയോഗത്തിലാണ് നമ്മളുള്ളത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI സാധ്യമാകുന്ന മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്നും നാളിതുവരെ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറി ചിന്തിക്കുന്നു. BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ, അത് UDF ആണെങ്കിൽ അവർക്ക്, LDF ആണെങ്കിൽ അവർക്ക്, അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ എക്കാലത്തെയും നയനിലപാടതായതുകൊണ്ടായിരുന്നില്ല. പാർട്ടി പിറവിയെടുക്കുമ്പോൾ 2009 ഈ പാർട്ടി എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്, അതിന്റെ നയനിലപാടുകൾ എന്താണ്, ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളോടും സ്വീകരിക്കേണ്ട സമീപനം എന്താണ്, ഈ രാജ്യത്തിലെ കർഷകരെ കുറിച്ച്, തൊഴിലാളികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, സാമ്പത്തിക സംവിധാനങ്ങളെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ച്, രാജ്യത്തിന്റെ ഫോറിൻ പോളിസിയെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്ത് അതിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ലിഖിതമായി രേഖപ്പെടുത്തി വെച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അധ്യക്ഷൻ പറഞ്ഞു, യാദൃച്ഛികമായി രൂപപ്പെട്ട ഒരു പാർട്ടിയല്ല SDPI എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ രാജിവെച്ചു പോന്ന നേതാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള പാർട്ടിയല്ല. ഏതെങ്കിലും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട്, ഏതെങ്കിലും വ്യക്തികളുടെ കരിസ്മാറ്റിക് പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല SDPI. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഈ രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന സമാന മനസ്കരായ ആളുകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാകണം, അത് ഏത് രീതിയിലായിരിക്കണം എന്ന് ആലോചിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ പ്രവർത്തനം തുടങ്ങുമ്പോ ഈ രാജ്യത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ വിശ്വസിക്കുന്ന, അവരുടെ കൊടി പിടിക്കുന്ന, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷവും. അവരെല്ലാം ചുവപ്പ് പരവതാനി വിരിച്ച് ഞങ്ങളെ സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകൾ, മറ്റു പാർട്ടിക്കാർ പൂമാലയിട്ട് ഞങ്ങളെ സ്വീകരിക്കും എന്നും വിചാരിച്ചിട്ടല്ല. മറിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുവെപ്പിലും വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും ആ പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചുറച്ചു തന്നെയാണ് ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നേതാക്കന്മാരെയും ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ നേതാക്കന്മാരെയും ഇപ്പോഴുള്ള സംസ്ഥാന പ്രസിഡന്റിന്, അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള MK ഫൈസി ഉൾപ്പെടെയുള്ള ആളുകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചവരുടെ മുന്നിലാണ് ഒരു ഇഞ്ച് പോലും തകർക്കാൻ പോയിട്ട് ഒന്ന് തളർത്താൻ പോലും സാധിച്ചിട്ടില്ല എന്ന ഇന്ത്യയുടെ തെരുവുകൾ ഇന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് വന്നവരാണ്. പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു പദം, പുതിയൊരാശയം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. BJP വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഇവിടുത്തെ BJPയുടെ അതിക്രമങ്ങൾക്കിരയാകുന്ന, കലാപങ്ങൾക്കിരയാകുന്ന ന്യൂനപക്ഷങ്ങളെയും, ദളിതുകളെയും, ആദിവാസികളെയും, മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങളെയും, മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ
പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. ഈ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്തിട്ടല്ല, ഈ രാജ്യത്ത് കലാപങ്ങളില്ലാത്ത ഒരു ഇന്ത്യ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ടല്ല, ഈ രാജ്യത്ത് വിശപ്പില്ലാത്ത ഒരു ഇന്ത്യ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ടല്ല, പകരം BJP വരുന്നേ, BJP വന്നാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് ഒരു നെഗറ്റീവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പാർട്ടികളും അധികാരത്തിലേക്ക് വരുന്നത്. അതിന്റെ ഒരു പരിഹാരം ഉണ്ടാവണം. BJP വന്നാലും വന്നില്ലെങ്കിലും ഈ രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ രാഷ്ട്രീയപരമായി ശക്തിപ്പെടണം, ഭരണസിരാ കേന്ദ്രങ്ങളിൽ അവരുണ്ടാകണം എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് കഴിഞ്ഞ 17 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രവർത്തന കാലയളവിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് ആ രാഷ്ട്രീയം പറഞ്ഞ് അതിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും BJPയെ തോൽപ്പിച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല SDPI എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരു പാർട്ടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇലക്ഷനിലും വോട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്തിനാണ് SDPI ഉണ്ടാക്കിയത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു സംശയത്തിനും സംശയത്തിന്റെ ആനുകൂല്യത്തിന് സാധ്യതയില്ലാത്ത വിധം ഉറപ്പിച്ചു പറയാണ്. മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്, എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? അതുപോലെ വെളിവാക്കി പറയുന്നു. ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് SDPI എന്ന്. ഈ കേരളം ഭരിക്കാൻ വേണ്ടി, ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങി. ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളത് തുടങ്ങി. അങ്ങനെ രാജ്യം ഭരിക്കാൻ വേണ്ടി, സംസ്ഥാനങ്ങൾ ഭരിക്കാൻ വേണ്ടി, രാജ്യം ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി എന്തിനാണ് രാജ്യം ഭരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഭരണഘടന അതേപോലെ നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് പട്ടിണിയില്ലാതെ വിശന്ന് നിലവിളിക്കുന്ന കുട്ടികളില്ലാത്ത ഒരു ഇന്ത്യയായി നമ്മുടെ ഇന്ത്യയെ പരിവർത്തിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ആരെയും ഭയപ്പെടാതെ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ആരെയും ഭയപ്പെടാതെ, RSSനെ ഭയപ്പെടാതെ, സംഘപരിവാറിനെ ഭയപ്പെടാതെ, CPMനെ ഭയപ്പെടാതെ, ഒരാളെയും ഭയപ്പെടാതെ ഇന്ത്യയിലെ പൗരന്മാർക്ക് നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന, അവന്റെ വിശ്വാസമനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന, ഭരണഘടന നൽകുന്ന മുഴുവൻ അവകാശങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാൻ കഴിയുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയുന്ന, നിർഭയമേതുമില്ലാതെ ഈ രാജ്യത്തിന്റെ തെരുവിലൂടെ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ നടക്കാൻ കഴിയുന്ന ഒരു പുലരി, ഒരു ഭാവി ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ വലതുകാല് വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് എളുപ്പമല്ലെന്നറിയാം. ഒരുപാട് പ്രതിസന്ധികൾ അതിന്റെ മുന്നിലുണ്ടാകും. ആ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ആരാണോ മുന്നോട്ട് വരുന്നത്, അത് രാജ്യം ഭരിക്കുന്ന BJP ആണെങ്കിലും, അതല്ല ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും, RSS ആണെങ്കിലും, ലീഗ് ആണെങ്കിലും, CPM ആണെങ്കിലും, ഏത് പാർട്ടികളാണെങ്കിലും, ആരാ പാർട്ടികളെല്ലാത്തിനും വേറെ ആരെങ്കിലും ഉണ്ടോ? അവരാരൊക്കെയാണെങ്കിലും അവരെയൊക്കെ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിലൊന്നും യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് 21 സ്റ്റേറ്റുകളിൽ ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത്. അതിവിടുത്തെ ലീഗുകാര് ഞങ്ങളെ മതേതരവാദികൾ എന്ന് പറഞ്ഞിട്ടല്ല, ഇവിടുത്തെ കോൺഗ്രസുകാര് ഞങ്ങളെ മതേതരവാദികൾ എന്ന് പറഞ്ഞിട്ടല്ല, ഇവിടുത്തെ CPMകാര് ഞങ്ങളെ മതേതരവാദികൾ എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പൊ ഞങ്ങൾ മതേതരവാദികൾ എന്ന് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, SDPയുടെ വോട്ട് മതേതര വോട്ടുകളാണ് എന്ന ആ സത്യത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ ഞങ്ങളെ പല പേരുകൾ പറഞ്ഞിട്ട് വന്നവരാണ്. ഞങ്ങൾ അപരവൽക്കരിക്കാൻ വേണ്ടി നോക്കിയവരാണ്. സമൂഹത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുത്താനും അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാനും ശ്രമിച്ചവരാണ്. പക്ഷേ കഴിഞ്ഞ 17 വർഷം
ഇന്ത്യയിലെ ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്തൊരു രാഷ്ട്രീയമാണോ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് 21 സംസ്ഥാനങ്ങളിൽ ഈ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ ഈ അടുത്ത് നിന്ന് ഞങ്ങളൊന്നുറക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സിന്ദാബാദ് എന്ന ഉറക്കെയൊന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അത് ഇന്ത്യയുടെ 4 അതിരുകളിലേക്ക് കേൾക്കുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 21 ഭാഷകളിലേക്ക് പരിവർത്തിക്കപ്പെടുന്ന മുദ്രാവാക്യമായി അത് മാറും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 21 ഭാഷകളിൽ അത് ഏറ്റുവിളിക്കാൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അത് ഏറ്റുവിളിക്കാൻ ആളുകളുള്ള പ്രവർത്തകരുള്ള പാർട്ടിയുടെ പേര് കൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾക്കതിന് MLA ഇല്ലല്ലോ, നിങ്ങൾക്ക് അതിന് MP ഇല്ലല്ലോ എന്നൊക്കെ. ഇല്ല, അതൊന്നുമില്ല. ഈ ഉള്ള പാർട്ടികൾക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് യാതൊരു ചാൻസും ഇല്ല. കേരളം CPM ഭരിക്കുന്നു. പക്ഷെ കേരളത്തിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഹരിയാനയിൽ പോയാൽ CPM എവിടെയാണ്? അവിടെ എങ്ങാനും ചുവന്ന കൊടിയേട്ടം അങ്ങാടിയിൽ കണ്ടാൽ വണ്ടികളൊക്കെ നിർത്തിയിടും. ലീഗിന് ഇവിടെ MLA മാരുണ്ട്, അവര് ഭരിക്കുന്ന UDF ഭരിക്കുന്ന സമയത്ത് മന്ത്രിമാരുണ്ട്, ശരി. പക്ഷേ തൊട്ടടുത്ത് ആന്ധ്രാപ്രദേശിൽ പോയിട്ട് ഒരു പച്ചക്കൊടി കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ മക്ബറയിൽ പോകേണ്ടി വരും, അല്ലാണ്ട് വേറെ അവിടെ നോക്കി അത് കാണൂല. DMK തമിഴ്നാട് ഭരിക്കുന്നുണ്ട്, പക്ഷെ ബംഗാളിൽ നോക്കിയാൽ DMK കാണാനില്ല. അവിടെ ബംഗാളിൽ തൃണമൂൽ ഭരിക്കുന്നുണ്ട്, പക്ഷേ തൃണമൂലിന്റെ കൊടി ഏതാണ് എന്ന് നമ്മൾ കേരളത്തിന്റെ അങ്ങാടികളിൽ കാണില്ല. അങ്ങനെ 21 സ്റ്റേറ്റുകളിൽ പ്രവർത്തകരുള്ള ഒരു പാർട്ടിയായി ഇവരുടെയൊക്കെ ആരോപണങ്ങൾക്കിടയിലൂടെയാണ് ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് പ്രവർത്തകരുടെ ജീവൻ ഞങ്ങൾക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തകരെ പോലീസിന്റെ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പല പ്രവർത്തകരെയും അവരുടെ ജീവിതത്തിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് ജയിലറകളിൽ അടച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു പ്രവർത്തനത്തിൽ ഒരിട പോലും വിശ്രമിക്കാതെ ഇന്ത്യയിൽ ഞങ്ങളുടെ പ്രവർത്തകർ ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയോട്, RSSനോട്, BJPയോട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു പോരാട്ട ഭൂമിയിലുള്ള ഞങ്ങളെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ദയവായി ലീഗുകാരോട് വരരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ന് ഫസൽ, പ്രിയപ്പെട്ട ഫസൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈ വേദിയിൽ ഉണ്ടാകേണ്ട ഫസൽ, ഞങ്ങൾക്കതറിയാം എങ്ങനെയാണ് നിങ്ങൾ ഫസലിന്റെ ജീവൻ എടുത്തിട്ടുള്ളത് എന്ന്. ഒരു SDPIക്കാരൻ, അവസാനത്തെ SDPIക്കാരൻ, അവൻ ഉറങ്ങുകയാണ് എങ്കിൽ ആ ഉറക്കത്തിൽ നിന്ന് അവനെ വിളിച്ചുണർത്തിയിട്ട് ആരാണ് അങ്ങ് തലശ്ശേരിയിലെ ഫസലിന്റെ ഘാതകർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥശങ്കക്കുമിടയില്ലാത്ത വിധത്തിൽ അത് ഞങ്ങൾ വെളിവാക്കി തന്നെ പറയും. അതെത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും ഞങ്ങളെ ദ്രോഹിച്ചവരുടെ മുഖം ഞങ്ങൾക്ക് മാറിപ്പോകാറില്ല. പ്രിയപ്പെട്ട സ്പീക്കർ ഷംസീർ, നിങ്ങൾ നിരപരാധിയാണ്, കാരായി രാജൻ നിരപരാധിയാണ് എന്ന് SDPIക്ക് അറിയാം എന്നാണ് പുതിയ സ്റ്റേറ്റ്മെന്റ്. അതില് ഒരു മുക്കാഭാഗം ശരിയാണ്. നിര എന്നൊരു വാക്ക് അവിടെ വേണ്ട. അപരാധിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരോടും ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനമുണ്ടല്ലോ, അതിൽ പരിപൂർണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കണ്ണൂര് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന ജില്ലയാണല്ലോ, അതിനെക്കുറിച്ചിട്ട് അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. ആ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ശിക്ഷിക്കപ്പെടാതെ ഇങ്ങനെ അങ്ങാടികൾ വിലസി നടക്കുന്ന ആളുകളാണ് CPMന്റെയും RSSന്റെയും ഒക്കെ ആളുകൾ. ലീഗുകാരെ കൊന്നാൽ ലീഗുകാര് സാക്ഷി പറയാൻ പോകാറില്ല. ആ കേസുമായി
കോൺഗ്രസുമായി കോംപ്രമൈസ് ആകാറാണ് പതിവ്. കോൺഗ്രസുകാരെ കൊണ്ടാൽ അതാണ് അവരുടെ പതിവ്. അങ്ങനെ CPM-ഉം BJP-യും കോൺഗ്രസും ലീഗും ഒക്കെ പരസ്പരം ഒരു ധാരണയോട് കൂടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയുടെ നിയമ ചരിത്രത്തിൽ ആദ്യമായി മറിയോ വൈസ് കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കേസിലൂടെ, വിധിയിലൂടെ ആ കേസ് CBI-നെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ഈ പ്രതികൾക്കൊക്കെ അങ്ങ് ഗോതമ്പുണ്ടയുടെ രുചി ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ചു പറയുന്നു ആ നിയമ സംവിധാനത്തിന്റെ അവസാനം വരെ പോയിട്ടാണെങ്കിലും അതിന്റെ പ്രതികൾക്ക് ഇന്ത്യയിലെ നിയമ സംവിധാനം അനുശാസിക്കുന്ന ശിക്ഷ എന്താണോ അത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ എന്താണ് എന്ന്, STPI എന്താണ് എന്ന്, ഞങ്ങളുടെ ജീനിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഒരിക്കലും CPM-കാരെയോ RSS-കാരെയോ ഞങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അനുഭവത്തിലൂടെ പല സമയങ്ങളിൽ, പല കാലങ്ങളിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർത്തു വെക്കൂ, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മാതിരി വർത്തമാനങ്ങളുമായിട്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഇവിടെ UDF ഇപ്പൊ എന്താ പറയുന്നത്, എന്തിനാണ് STPI മത്സരിച്ചതെന്നാ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ചോദ്യം തന്നെ പാർട്ടിയുടെ ആളുകളൊക്കെ ഉണ്ട്. അതേപോലെ ലീഗുകാര്, കോൺഗ്രസുകാര്, സൈബർ ഇടങ്ങളിലുള്ള അവരുടെ ചാവേറുകൾ ഒക്കെ ഇപ്പൊ ചോദിക്കും, എന്തുകൊണ്ടൊരു സമ്മേളനം നടത്തിയില്ല, എന്തുകൊണ്ടൊരു സ്റ്റേറ്റിന്റെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തില്ല. അങ്ങനെ ഒരു പത്രക്കുറിപ്പ് കൊടുത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങ് മുണ്ടത്തൊന്ന് കുടഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മൾ ഇരിക്കും എന്നാണ് ഇവർ ധരിച്ചിട്ടുള്ളത്. അങ്ങനെ വീട്ടിൽ പോയിരിക്കാനല്ല, കാരായി രാജൻ എവിടെയാണോ അവിടെ ഞങ്ങൾക്ക് കാരായി രാജനെ കിട്ടണം. എന്താണ് ഫസലിന്റെ കുടുംബത്തിനോട് അവർ ചെയ്തിട്ടുള്ളത് എന്ന് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയണമെങ്കിൽ ഇവിടെ ഞങ്ങൾ ഉണ്ടാകണം എന്ന ബോധ്യത്തിന്റെ തീർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 100 വട്ടം ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ മത്സരിക്കണം എന്നുള്ളത്. ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്കത് പറയാൻ സാധിക്കണം. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജനങ്ങൾ അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു മൈക്ക് കണ്ട ഷംസീർ അപ്പ പറയും, മറിയ ഞങ്ങളുടെ പെങ്ങളാണ്, ഫസലിന്റെ കുടുംബം ഞങ്ങളുടെ കുടുംബാണ്, STPIക്ക് ഞങ്ങള് നിരപരാധികളാണ് എന്ന് അറിയാം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നത് CPM-കാരൊക്കെ ഉറങ്ങുമ്പോണ്ടല്ലോ, അവിടെ എങ്ങനെ നമ്മൾ ചെന്ന് നിന്നാല് ഈ ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളിൽ ഒരാളെ ജയിലിൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. വലിയൊരാള്, ഒരു കുടിക്കാരൻ, അവനെ കണ്ടേക്ക് പറഞ്ഞത് അതിലേക്ക് പങ്കില്ലാട്ടോ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണൂരെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആളുകളെ മാറിപ്പോകാറില്ല, അവർക്കൊരിക്കലും ആളുകളെ മാറിപ്പോകാറില്ല, അവർ അകാരണമായി ഒന്നും മറന്നുപോകാറുമില്ല എന്ന് അദ്ദേഹത്തിനോട് വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു മാറ്റമില്ല. ഇവരിങ്ങനെ ഇടക്കിടക്ക് പറയും, 20 വർഷത്തിന് ശേഷവും ഈ തലശ്ശേരിയിൽ ഫസലാണ് ചർച്ചയെങ്കിൽ, 20 വർഷങ്ങൾക്ക് ശേഷവും ഫസലാണ് ഈ തലശ്ശേരി മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലും ചർച്ചയെങ്കിൽ ഫസൽ എന്തായിരുന്നു എന്ന്, ഫസൽ എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിയാൻ പോകുന്നതേയുള്ളൂ. അത് അറിയിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കാം. വളരെ വലിയ അപരാധങ്ങളാണ് നമ്മൾക്കെതിരെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. അത് ആരാ പറയുന്നത്? ഇവിടെ സംഘപരിവാറിനെതിരെ, ഫാസിസത്തിനെതിരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ. കഴിഞ്ഞ 17 വർഷം ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ തെരുവുകളിൽ പോയി പറഞ്ഞത് അത് ഏറ്റവും സുരക്ഷിതമായ BJPക്ക് രാഷ്ട്രീയപരമായ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു MLA-യോ മന്ത്രിയോ ഇല്ലാത്ത, അല്ലെങ്കിൽ അവർ ഭരിക്കാത്ത ഒരു സംസ്ഥാനത്ത് മാത്രമൊന്നുമല്ല, അങ്ങ് യോഗി ഭരിക്കുന്ന UP-യിലും BJP ഭരിക്കുന്ന ഗുജറാത്തിലും
BJP ഭരിക്കുന്ന മധ്യപ്രദേശിലും അവരുടെ സഖ്യകക്ഷികളും BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ RSS അപകടകാരികളാണ്. അവർ രാജ്യത്തിനെതിരാണ്, രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്കെതിരാണ്, രാജ്യത്തിന്റെ സൗഹൃദങ്ങൾക്കെതിരാണ്, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത പുരോഗതിക്കെതിരാണ്. അവർക്ക് മനുഷ്യരെ അവർ പരിഗണിക്കുന്നില്ല, അവർ ജാതിയാണ് പരിഗണിക്കുന്നത്. മനുഷ്യരെ മനുഷ്യരായി കാണാത്ത ഒരു തത്വസംഹിതയാണ്. അതുകൊണ്ട് അതിനെതിരായി നമ്മൾ സംഘടിക്കണമെന്ന് ഇന്ത്യയുടെ സംഘപരിവാർ ഭരിക്കുന്ന RSSകാര് ഭരിക്കുന്ന ഒരു മുസ്ലിമിനെ എങ്ങാനും അങ്ങാടിയിൽ കണ്ടാൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥലത്ത് അതിന് യാതൊരു പ്രയാസവുമില്ലാത്ത നിയമ സംവിധാനം പോലും അതിന് നേരെ കണ്ണടക്കുന്ന ഒരു രാജ്യത്ത് ഇത് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഫാസിസത്തെ കുറിച്ച് ക്ലാസ് എടുക്കരുത്. നിങ്ങൾ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഗൗരി ലങ്കേഷ് സംഘപരിവാറിനെതിരെ എഴുതുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുന്ന ധീരമായ ഒരു വിപ്ലവകാരി എഴുത്തുകാരി, ഒരു പത്രപ്രവർത്തക RSSകാര് കൊന്നു, സംഘപരിവാർ കൊന്നു. അത് കൊല്ലുമ്പോ ആ കൊലയാളികൾ മുഖം മറക്കുന്നുണ്ട്. അവർ രാത്രിയാണ് അല്ലെങ്കിൽ പുലർക്കാലത്താണ്, യാതൊരു ജനങ്ങളും കാണാതിരിക്കുന്ന സമയത്താണ് ആ കൊലപാതകത്തിനുള്ള സമയമായി തെരഞ്ഞെടുക്കുന്നത്. CCTVകളിൽ പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കൽബുർഗിയെ കൊന്നു, അവർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരാ കൊന്നത്? RSS ആണ്, സംഘപരിവാരമാണ്. ഗോവിന്ദ് പൻസാരയെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്ന എഴുത്തുകാരും ബുദ്ധിജീവികളുമായിട്ടുള്ള രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള ആളുകളെ CCTVയിൽ പെടാതിരിക്കാൻ, ക്യാമറയിൽ പെടാതിരിക്കാൻ, മറ്റ് സാക്ഷികളില്ലാതിരിക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതേ RSSകാർ, ഇതേ സംഘപരിവാറിന്റെ ആളുകൾ പഹ്ലൂഖാനെ തല്ലിക്കൊല്ലുന്നു, ജുനൈദിനെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ മനുഷ്യരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തെരുവിലിട്ട് അതിക്രൂരമായിട്ട് തല്ലിക്കൊല്ലുന്നു. അങ്ങനെ തല്ലിക്കൊല്ലുമ്പോ അവർ അത് അവരുടെ കൈകളിലുള്ള മൊബൈലിൽ അത് പകർത്തുന്നു. ആ തല്ലിക്കൊള്ളുന്ന ആളുകളൊക്കെ സന്തോഷത്തോടുകൂടി ജയ് ശ്രീറാം എന്ന് തട്ടഹസിക്കുന്നത് അവരുടെ രക്തം കൈകളിലെടുത്തിട്ട് ഹോളിയാഘോഷത്തിന്റെ വിതറുന്നത് പോലെ വിതറിയിട്ട് ഉന്മാദം പിടിച്ച് തട്ടഹസിക്കുന്നു അവര്. അതെല്ലാം മൂവി ക്യാമറയിൽ പകർത്തിയിട്ട്, മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു. ഒരേ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ, ഒരേ ആളുകൾ, ആശുപത്രി വിശ്വസിക്കുന്ന ആളുകൾ കുറച്ചാളുകളെ കൊല്ലുമ്പോ നിയമത്തെ ഭയപ്പെടുന്നു. മുസ്ലിങ്ങളെ ഇവിടെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുമ്പോ ഒരു ദളിതനെ, നമ്മുടെ കേരളത്തിൽ പോലും വാളയാറ്, അവൻ ബംഗ്ലാദേശിയാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവൻ അടിച്ചും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തുമ്പോ അതൊക്കെ ക്യാമറയിൽ പകർത്തിയിട്ട് ആനന്ദത്തോടുകൂടി ആഘോഷിക്കുകയാണവർ. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് നിയമം മൂലം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും വലുത് വധശിക്ഷയും അല്ലെങ്കിൽ ജീവപര്യന്തവും ഒക്കെ വിവിധ ശിക്ഷകൾക്കുള്ള വകുപ്പുകളുണ്ട് ഇന്ത്യൻ നീതിന്യായ സംഹിതയിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ക്യാമറ, വീഡിയോ റെക്കോർഡ്, സൈബർ തെളിവുകള്, ഡിജിറ്റൽ തെളിവുകള്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിമിനെ, ഒരു ദളിതനെ തല്ലിക്കൊന്നാൽ അതിന്റെ പേരിൽ ഈ രാജ്യത്ത് ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്ന ഒരു ദാർഢ്യത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്? അതിന്റെ പേരിൽ ഒരു കോടതിയും എന്നെ ശിക്ഷിക്കില്ല, ഒരു പോലീസും എന്നെ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നൊരു അഹങ്കാരത്തിലേക്ക്, ആത്മവിശ്വാസത്തിലേക്ക്, ഒരു ഭയമില്ലായ്മയിലേക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ പൗരന്മാർ എത്തിപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ നിയമം പോലും വിവേചനം കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം പ്രദേശങ്ങളിൽ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിനെതിരെ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങ് യോഗിയുടെ UPയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള, അങ്ങനെ ഇന്ത്യയുടെ 8 സംസ്ഥാനങ്ങളിൽ 1000-ഓളം ലോക്കൽ ബോഡിയിലേക്കുള്ള ജനങ്ങളെ, പ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടാണ് ഇന്ന് ലീഗും അതേപോലെ വെൽഫെയർ പാർട്ടിയും അതേപോലെ കോൺഗ്രസും ഒക്കെ ഫാസിസ്റ്റ് വിരോധം പറയണത്. കഴിഞ്ഞ 17 വർഷം ഇന്ത്യയുടെ തെരുവുകൾ നമ്മളത് പറഞ്ഞു. BJPക്ക് അധികാരം കിട്ടിയാൽ ഇവിടെ NRC നടപ്പിലാക്കും, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അപരവൽക്കരിക്കപ്പെടും, വഖഫ് നിയമം നടപ്പിലാക്കും,
മുസ്ലിങ്ങളുടെ പാരമ്പര്യമായുള്ള ആ സ്വത്തുക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും പൊതുസമൂഹത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട വഖഫ് സ്വത്തുക്കൾ അത് ഗവൺമെന്റ് പിടിച്ചെടുക്കും. ഇപ്പോൾ ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ നിന്നുള്ള നിയമനിർമ്മാണവുമായി മുന്നോട്ട് വരുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും, പള്ളികൾ തകർക്കപ്പെടാം, അമ്പലങ്ങൾ തകർക്കപ്പെടാം. അവർക്ക് അമ്പലം എന്നുള്ളത് പ്രശ്നമല്ല, പള്ളി എന്നുള്ളത് പ്രശ്നമല്ല. ജനങ്ങൾ സൗഹൃദത്തിൽ താമസിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും അവിടെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് വെറുപ്പ് പറഞ്ഞ് വെറുപ്പ് ഉൽപ്പാദിച്ച് മനുഷ്യരെ പരസ്പരം വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അത് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികളായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇവിടെ മുസ്ലിങ്ങളും ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളും തമ്മിൽ എല്ലാ കലാപങ്ങളും നടക്കുന്നത് RSS മുസ്ലിങ്ങളുമായിട്ടാണ്, RSS ക്രിസ്ത്യാനികളുമായിട്ടാണ്. ഹിന്ദുമതത്തിന് ഇത് യാതൊരു ബന്ധവുമില്ല. ഹിന്ദുമത വിശ്വാസികളെ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ദളിതുകളായ ആദിവാസികളായ ആളുകളെ അവർ കലാപങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതില് കൊല്ലപ്പെട്ടാൽ മുസ്ലിങ്ങൾ കൊല്ലും, ഇനി ദളിതുകൾ കൊല്ല ചെയ്യപ്പെട്ടാൽ ദളിതുകളാണ് മരിക്കുന്നത്. ചത്താലും കൊന്നാലും ലാഭമുള്ള കളിയാണ് RSS ഇന്ത്യയിലെ വർഗീയ കലാപങ്ങൾ എന്ന് പറഞ്ഞത്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അംബേദ്കറായിട്ടുള്ള ദളിത് ചിന്തകനായിട്ടുള്ള VT രാജശേഖറാണ്. ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടാലും അതൊക്കെ സംഘപരിവാറിന്റെ ശത്രുപട്ടികയിലുള്ളവരാണ്. അവര് മേലനങ്ങാതെ അവർ